അന്ന് സെമിഫൈനലിൽ വിദർഭയ്ക്ക് മുൻപിൽ കണ്ട കേരളത്തെയല്ല നാഗ്പൂരിൽ രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടത്. വിദർഭ മുൻപിൽ വെച്ച 379 റൺസ് മറികടക്കാൻ ഭയമേതുമില്ലാതെയാണ് കേരളം ബാറ്റ് വീശിയത്. വിദർഭയുടെ സീസണിലെ റെക്കോർഡ് വേട്ടക്കാരെ അതിജീവിക്കുന്നതിൽ പോലും കേരള ബാറ്റർമാർ വലിയൊരളവ് വരെ വിജയിച്ചു. പക്ഷേ വിദർഭ സ്കോറിന് 36 റൺസ് അകലെ കേരളത്തിന്റെ പൊരുതൽ അവസാനിച്ചു. ഇനി 2 ദിവസം എങ്ങോട്ടേക്കാണ് ഇനി കളിയുടെ പോക്ക്? 4ാം ദിനം 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിക്കുമ്പോൾ വിദർഭയുടെ ലക്ഷ്യം കൂടുതൽ സമയം ബാറ്റ് ചെയ്യുക എന്നതാകും. കേരളത്തിന്റെ ലക്ഷ്യം എത്രയും വേഗം വിക്കറ്റ് വീഴ്ത്തുക എന്നതും. വിദർഭയെ 250 റൺസിൽ താഴെ സ്കോറിൽ ഒതുക്കുക എന്ന ലക്ഷ്യമായിരിക്കും കേരളത്തിന് മുൻപിൽ. എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാകുന്നത് 4-5 ദിവസത്തെ പിച്ചിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. 4ാം ദിനം മുഴുവൻ ബാറ്റ് ചെയ്യാനായിരിക്കും വിദർഭ ശ്രമിക്കുക. എന്നാൽ കുറവ് സ്കോറിൽ വിദർഭയെ ഔട്ടാക്കാൻ കേരളവും ശ്രമിക്കുമ്പോൾ ഫൈനലിന്റെ അടുത്ത 2 ദിവസവും ആവേശകരമാകുമെന്ന് വ്യക്തമാണ്. വിദർഭയിൽ നിന്ന് വലിയ അബദ്ധങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണ രഞ്ജി കിരീടം വിദർഭയുടെ കൈകളിലേക്ക് എത്താനാണ് എല്ലാ സാധ്യതകളും. മത്സരം പുരോഗമിക്കും തോറും പിച്ച് മോശമാവുകയും ഇതിലൂടെ അപ്രതീക്ഷിത ബൗൺസും ടേണും ലഭിക്കും എന്ന വിലയിരുത്തലുകൾ പിച്ചിനെ ചൂണ്ടി ഉയർന്നിരുന്നു. അങ്ങനെയെങ്കിൽ അവസാന 2 ദിനങ്ങളിൽ മത്സരം ആർക്ക് അനുകൂലമായി തിരിയുമെന്നത് ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.